തൗഹീദ് തൗഹീദ് എന്ന് ക്യാപ്സ്യൂളാക്കി എണ്ണുന്നവർ പോലും തൗഹീദ് എന്താണെന്ന് വ്യക്തമായി പഠിച്ചിട്ടില്ല, റിസാലത്ത് എന്താണെന്ന് വ്യക്തമായി പഠിച്ചിട്ടില്ല. എന്നിട്ട് നാം എന്തായി? വിഷയങ്ങളൊക്കെ പഠിച്ചു എന്ന മട്ടിൽ ആരോരിക്കും വേണ്ടിയിട്ടില്ലാത്ത, ആർക്കും ആവശ്യമില്ലാത്ത ഏതോ കണ്ണിന്റെ പുറത്തും മലക്കപ്പുറത്തുമുള്ള വ്യക്തിയെ പറ്റി ചർച്ചാ വിഷയമാക്കി പണവും ഊർജവും ചെലവാക്കുന്ന സമൂഹത്തിന്റെ നേതൃത്വത്തോട് പറയാനുള്ളത്, ഈ ശവമഞ്ച പേര നിങ്ങളെ ഉണ്ടാവുള്ളൂ. ആ ഉത്തരവാദി മറ്റാരും ആയിരിക്കുകയില്ല. ദൈവത്ത് എന്താണെന്ന് ബോധ്യപ്പെട്ട സമൂഹത്തിലെ നേതൃത്വമായിരിക്കും ഈ ഉമ്മത്തിന്റെ സകല മാറാപ്പും പേരേണ്ടി വരിക എന്ന് മനസ്സിലാക്കണം. കാരണം ആ പരുവത്തിൽ ഈ ഉമ്മത്തിനെ പെരുവഴിയിലിട്ടിട്ടാണ് സമൂഹം വേറെ ഏതോ ആവശ്യത്തിന് വേണ്ടി തിരിക്കുന്നത്. പെരുവഴിയിലാക്കിയിട്ട് ഈ സമൂഹത്തെ 95% വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളെ പെരുവഴിയിലാക്കിയിട്ട്, പെരുവഴിയിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ തള്ളിയിട്ട് അല്ലേ? കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റുന്നതല്ലേ? അല്ലാഹുവിന്റെ വഹദാനിയത്തും കേരളത്തിലെ മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ആർത്തിയോടെ അലച്ചയോടെ അള്ളാനെ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് അഞ്ഞടിച്ചു വരുന്ന യുവസമൂഹത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ പെരുവഴിയിൽ തള്ളിയിട്ട് നേതൃത്വം ആർക്കോ വേണ്ടി സംസാരിക്കുന്നു, എന്തോ സംസാരിച്ച് സമയം കളയുന്നു. ആർക്കും തിരിയാത്ത വിഷയങ്ങൾ, ആർക്കും വേണ്ടാത്ത വിഷയങ്ങൾ, ആരോ എഴുതിത്തള്ളിയ വിഷയങ്ങൾ അല്ലേ? മാപ്പ് തരുമോ അല്ലാഹു തആല നേതൃത്വത്തിന്? സമൂഹത്തിന്റെ മനസ്സറിയാത്തവർ, അറിയാൻ കഴിയാത്തവർ. പഴയ കാലമല്ല, വഹദാനിയത്തറിയാൻ അള്ളാന്റെ വഹദാനിയത്ത് മനസ്സിലാക്കി, ഹബീബിന്റെ റിസാലത്ത് മനസ്സിലാക്കി, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേരള മുസ്ലിം സമൂഹം എല്ലാ മേഖലയുള്ളവരും, അത്യുഗ്രമായ വിദ്യാശേഷിയുള്ളവർ, ടെക്നിക്കൽ സാങ്കേതിക രംഗത്ത് പുരോഗതി പ്രാപിച്ചവർ, 20-30 വയസ്സിന്റെ ഇടയിലുള്ള ചെറുപ്പക്കാർ ആർത്തിയോടെ അലച്ചയോടെ തൗഹീദിന്റെ തീരത്തേക്ക് പാഞ്ഞെടുത്ത് ദാഹം തീർക്കാൻ വന്നപ്പോൾ നേതൃത്വം അവരെല്ലാം പെരുവഴിയിലിട്ട് ആർക്കും തിരിയാത്ത ഭാഷ സംസാരിക്കുകയാ. അക്രമികൾ, ലാലിമീങ്ങൾ, ഈ സമുദായത്തോട് കൂറില്ലാത്തവർ, ഈ തലമുറയോട് ഒരു തരത്തിലെങ്കിലും സൂക്ഷില്ലാത്തവർ. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആർക്കും തിരിയാത്ത ഈ ഭാഷ സംസാരിച്ച് നടക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്? സമൂഹത്തിന് അറിയേണ്ടത്